ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത കൂലി എന്ന ചിത്രത്തിന്റെ പ്രത്യേകത പതിറ്റാണ്ടുകൾക്ക് ശേഷം രജനീകാന്തും സത്യരാജും ഒരുമിച്ച് അഭിനയിച്ചു എന്നതാണ്. ഒരു കാലത്ത് ഇരുവരും ഒരു 7 ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. ആ 7 ചിത്രങ്ങളിലും സത്യരാജ് രജനീകാന്തിന്റെ വില്ലനായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം മിസ്റ്റർ ഭരത്താണ്. ഹിന്ദി ചിത്രമായ തൃശ്ശൂരിന്റെ റീമേക്കാണ് മിസ്റ്റർ ഭരത്. മീൻ എന്ന പേരിൽ കേരളത്തിൽ ഇത് IV ശശി റീമേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പിതാവിൻ്റെയും മകൻ്റെയും കഥയാണ് മിസ്റ്റർ ഭരത് പറയുന്നത്. ക്രൂരനായ പിതാവിനെ നിലയ്ക്ക് നിർത്തുന്ന മകൻ്റെ കഥ. ആ ചിത്രത്തിന് ശേഷം ഇരുവരും അകന്നു. കടലോര കവിതകൾ എന്ന ചിത്രത്തിലൂടെ സത്യരാജ് സുപ്രധാനമായി മാറി. തൊണ്ണൂറുകളിൽ രജനീകാന്ത്, കമൽഹാസൻ, സത്യരാജ്, വിജയകാന്ത് ഇവരായിരുന്നു സൂപ്പർ താരങ്ങൾ. ഇവർക്ക് തൊട്ടു താഴെയുള്ള താരങ്ങൾ പ്രഭുവും കാർത്തികും ആയിരുന്നു. സത്യരാജ് സ്വന്തം നിലയിൽ ഹിറ്റുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. സത്യരാജ് ഒരു തരംഗമായി മാറി. MGR സ്റ്റൈലിലെ വേഷവിധാനങ്ങളൊക്കെ അണിഞ്ഞ് സത്യരാജ് നിന്നപ്പോൾ MGRന്റെ ഒരു പുനർജന്മമായി തമിഴർ സത്യരാജിനെ കണ്ടു. രജനീകാന്തിന്റെ വഴിയിലേക്ക് പോയി. ദീർഘകാലം സത്യരാജിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല സിനിമയിൽ. സത്യരാജും വിജയകാന്തും ഒക്കെ ഔട്ടായി. രജനീകാന്തും കമൽഹാസനും മാത്രം പിടിച്ചു നിന്നു. പുതിയ താരങ്ങളുടെ വരവിൽ വിജയും അജിത്തും ഒക്കെ കടന്നു വന്നപ്പോൾ, സൂര്യയും ഒക്കെ കടന്നു വന്നപ്പോൾ സത്യരാജിന് ചാൻസ് ഇല്ലാതായി മാറി. അദ്ദേഹം ലോ ബഡ്ജറ്റ് ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ച് തുടങ്ങി. രജനിയുമായുള്ള സത്യരാജിന്റെ പിണക്കം ശ്രദ്ധേയമാണ്. എന്തുകൊണ്ടോ രജനി ചിത്രങ്ങളിൽ സത്യരാജ് അഭിനയിക്കാൻ മടിച്ചു. ശിവാജി എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിൽ സുമൻ അവതരിപ്പിച്ച വില്ലൻ റോളിൽ സത്യരാജിനെയാണ് ശങ്കർ ക്ഷണിച്ചത്. അതും രജനീകാന്തിന്റെ പ്രത്യേക താല്പര്യപ്രകാരം. ആ ചിത്രത്തിൽ രജനിക്ക് കൊടുക്കുന്ന പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞിട്ടും സത്യരാജ് ആ ഓഫർ നിരസിച്ചു. അത് തനിക്ക് വേണ്ട, രജനിയുമൊത്ത് താൻ അഭിനയിക്കില്ല എന്ന് കട്ടയ്ക്ക് പറഞ്ഞു കളഞ്ഞു സത്യരാജ്. എന്തിരൻ എന്ന ചിത്രം ശങ്കർ ഒരുക്കിയപ്പോഴും സത്യരാജിനെ സമീപിച്ചു ഒരു വില്ലൻ വേഷം അവതരിപ്പിക്കാൻ. അതും നല്ല പ്രതിഫലം വാഗ്ദാനം ചെയ്തുകൊണ്ട്. സത്യരാജ് അതും നിരസിച്ചു. എന്തുകൊണ്ട് നിരസിച്ചു എന്നത് ഇപ്പോൾ സത്യരാജ് വെളിപ്പെടുത്തിയിരിക്കുന്നു. തനിക്ക് രജനിയുമായി പിണക്കമൊന്നുമില്ലെന്നും ഈ 2 വേഷങ്ങളും എത്ര പ്രതിഫലം കിട്ടിയാലും തനിക്ക് അഭിനയിക്കാൻ കഴിയാത്ത വേഷങ്ങളാണെന്നും അത്തരം വേഷങ്ങൾ ചെയ്യാൻ തനിക്ക് താല്പര്യം തോന്നിയിരുന്നില്ല എന്നും സത്യരാജ് പറഞ്ഞു. മാത്രമല്ല, അത് പറഞ്ഞ് സത്യരാജും ഇങ്ങനെ പറഞ്ഞതോടുകൂടി സത്യരാജും രജനീകാന്തും തമ്മിലുള്ള പിണക്കം തീർന്നു. കാവേരി നദീതട പ്രശ്നം വന്നപ്പോൾ, കാവേരി നദി പ്രശ്നമായപ്പോൾ സത്യരാജ് രജനിക്കെതിരായി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതൊക്കെ വലിയ വിവാദമായി മാറി. സത്യരാജിന്റെയും രജനീകാന്തിന്റെയും സൂപ്പർ സ്റ്റാറായി നിന്ന കാലത്ത് സത്യരാജിന്റെയും രജനീകാന്തിന്റെയും ചിത്രങ്ങൾ ഒരുമിച്ച് റിലീസ് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. ഒരു മത്സരബുദ്ധി പോലെ ഇരുവരുടെയും ആരാധകർ തെരുവിൽ ഏറ്റുമുട്ടിയ ഒരു കാലവും ഉണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് സത്യരാജും രജനീകാന്തും ഒരു ഈഗോ ക്ലാഷിൽ അകപ്പെട്ടു. ഇരുവരും അകന്നുപോയി. എന്നാൽ രജനീകാന്തിന് സത്യരാജിനോട് ഒരു പിണക്കവും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ശിവാജിയിൽ തനിക്ക് തരുന്ന പ്രതിഫലം സത്യരാജിന് തരാമെന്ന് രജനീകാന്ത് പറഞ്ഞത്. എന്നിട്ട് പോലും സത്യരാജ് ശിവാജിയിലെ വില്ലൻ വേഷം ചെയ്തില്ല. എന്തിരനിലെ വില്ലനായ ശാസ്ത്രജ്ഞന്റെ വേഷം അതും സത്യരാജിനെ കൊണ്ട് ചെയ്യിക്കാനായിരുന്നു രജനിക്കും ശങ്കറിനും താല്പര്യം. പക്ഷേ സത്യരാജ് അവിടെയും കൈ കൊടുത്തില്ല. പക്ഷേ ഇപ്പോൾ പിണക്കമൊക്കെ മാറി ഇരുവരും ഒരുമിച്ചിരിക്കുന്നു. മിസ്റ്റർ ഭരത് എന്ന ചിത്രത്തിന് ശേഷം രജനിയും സത്യരാജും ഒരുമിക്കുന്ന ചിത്രമായി മാറിയിരിക്കുന്നു കൂലി. അതുമാത്രമാണ് കൂലിയുടെ പ്രത്യേകത. പടം കത്തിയാണ്. കത്തിപ്പടമെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമ ബോറ് സിനിമയാണ്. പക്ഷേ രജനിയുടെയും സത്യരാജിൻ്റെയും കോമ്പിനേഷൻ രംഗങ്ങൾ കാണുമ്പോൾ ഒരു തലമുറയിലെ പ്രേക്ഷകരിൽ ഗൃഹാതുര സ്മൃതി ഉണ്ടാകും എന്നതിൽ സംശയമില്ല.